ഈ കാണുന്നതാണ് നാഗലിംഗം വൃക്ഷം. ഇതിന്റെ ശാസ്ത്രീയ നാമം കറപ്സിയ വാനൻസിസ് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് കാനോൺബാൽ ട്രീ എന്നാണ്. ഈ കാനോൺബാൽ ട്രീ എന്ന് പേര് വരാൻ കാരണം ഇതിന്റെ കായകൾ പീരങ്കി ഉണ്ടകൾക്ക് ഒരു സാമ്യം അതുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് കാനോൺബാൽ ട്രീ എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇല. അപ്പോൾ ഇലയ്ക്ക് ഒരു പ്രത്യേകമായ വലിപ്പങ്ങളില്ല, ചെറുതും വലുതുമായിട്ടുള്ള ഇലകൾ ഇതിലുണ്ടാവും. ഇലകൾക്ക് കട്ടി കുറവാണ്. ഇതേപോലുള്ള ഇലകളാണ് ഇതിലുണ്ടാകുന്നത്. ഇതാണ് ഇതിന്റെ പൂവ്. സാമാന്യം വലിപ്പമുള്ള പൂവാണ് ഈ നാഗലിംഗം വൃക്ഷത്തിൻ്റെത്. പിങ്ക്, ചുവപ്പ്, മഞ്ഞ കലർന്ന ഒരു പൂവാണ് ഇതിനുള്ളത്. ഇതാണ് ഇതിന്റെ മുട്ടുകൾ. സാമാന്യം ഇത്രയും വലിപ്പങ്ങൾ ഉണ്ടാവും ഇതിന്റെ മുട്ടിന്. നന്നായി പൂക്കുന്ന ദിവസങ്ങളിൽ 1000-ഓളം പൂക്കൾ വരെ ഉണ്ടാകാറുണ്ട് എന്ന് പറയപ്പെടുന്നു. 1 മീറ്ററോളം നീളമുള്ള ഒരു നാമ്പിൽ ആദ്യം നാമ്പുണ്ടാവും. ആ നാമ്പിലാണ് ഇങ്ങനെ മുട്ടുകളും പൂവുകളുമായി ഇതിങ്ങനെ ഉണ്ടാകാറുള്ളത്. ഇതിന്റെ പൂക്കൾക്ക് ഒരു നാഗത്തിന്റെ ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നാഗലിംഗം എന്നുള്ള പേര് കിട്ടിയത് എന്ന് തോന്നുന്നു. ഈ നാഗലിംഗം എന്ന പേര് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇതിനെ സർപ്പഗന്ധി വൃക്ഷം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ കായകൾ. ഇപ്പൊ ചെറിയ സാധാരണ 31 കായ്ക്ക് 25 സെന്റിമീറ്റർ വലിപ്പം ഉണ്ടാവും. 4 കിലോ ഭാരവും ഇതിനുണ്ടാവും. ഇത് കായ മൂപ്പെത്താൻ വേണ്ടി ഏകദേശം 1.5 വർഷത്തോളം എടുക്കും ഒരു കായ മൂപ്പെത്താൻ വേണ്ടിയിട്ട്. 31 കായ്ക്കകത്ത് ഉള്ളിൽ ഏകദേശം 500 വിത്തുകളുണ്ടാവും. ഇതാണ് ഇതിന്റെ പുറന്തോട്. സാമാന്യം കട്ടിയുള്ള പുറന്തോട് തന്നെയാണ് ഇതിനുള്ളത്. ഏകദേശം ചിരട്ടയുടെ അത്രയും കട്ടിയില്ലെങ്കിലും കട്ടിയുള്ള ഒരു പുറന്തോട് തന്നെയാണ് ഇതിന്റെ കായ്കൾക്കുള്ളത്. ഇത് ഈ മരത്തിൽ ഇങ്ങനെ നിറയെ ഉണ്ടാവും. ശിഖരങ്ങൾ കുറവായിരിക്കും ഈ വൃക്ഷത്തിന്. സാധാരണ ക്ഷേത്രങ്ങളിലാണ് ഈ വൃക്ഷം കൂടുതലായി ഉള്ളത്. ശിവക്ഷേത്രത്തിൽ പ്രധാനമായി നടന്ന ഒരു വൃക്ഷമാണ് ഈ നാഗലിംഗം വൃക്ഷം. അപ്പോൾ ഇതാണ് നാഗലിംഗം. നാഗലിംഗം കാണാത്തവർക്ക് വേണ്ടിയാണ്. വീണ്ടും പുതിയ ഔഷധസസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വീഡിയോ വരെ ഫോളോ ചെയ്യുക.